ടെസ്റ്റ് ഓഫ് സ്റ്റോണിൻ്റെ ടെസ്റ്റുകളാണ് നമുക്ക് അടുത്ത് നോക്കേണ്ടത്. ആദ്യത്തേതാണ് ആസിഡ് ടെസ്റ്റ്. ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ സാമ്പിളിനെ നമ്മൾ 1% ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇമേഴ്സ് ചെയ്യും. അതായത് സ്റ്റോണിൻ്റെ സാമ്പിളിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഇട്ട് വയ്ക്കും. ദെൻ അങ്ങനെ നമ്മൾ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും അവിടെ ഒരു നുരഞ്ഞ് പതഞ്ഞ് പോലത്തെ ഒരു സാധനം ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഡിറ്റർമിൻ ദ പ്രസൻസ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 1% ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1% ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റോണിൻ്റെ ഒരു സാമ്പിൾ, ക്രഷ് ചെയ്ത ഒരു സാമ്പിൾ എടുത്ത് നമ്മൾ 1% ഹൈഡ്രോക്ലോറിക് ആസിഡിലോട്ട് ഇടുമ്പോൾ അവിടെ ഒരു നുരഞ്ഞ് പതഞ്ഞ് പോലത്തെ ഒരു പ്രസൻസ് വരികയാണെങ്കിൽ അവിടെ ഈ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെന്നാണ്. ഈ കാൽസ്യം കാർബണേറ്റ് പ്രസൻസ് ഉണ്ടെങ്കിൽ ഫയറിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും സ്റ്റോൺ. അതുകൊണ്ട് അതത്ര നല്ലതല്ല. അത് നല്ലതല്ലെന്ന് നമുക്കറിയാം. അപ്പം കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ സ്റ്റോൺ പെട്ടെന്ന് ഫയറിനെ ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അത്രയാണ് ആസിഡ് ടെസ്റ്റ്. ആസിഡ് ടെസ്റ്റ് ഈ 2 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി. എന്തിനാണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ് 1% ഹൈഡ്രോക്ലോറിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് അട്രിഷൻ ടെസ്റ്റ്. അട്രിഷൻ ടെസ്റ്റൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളതായിരിക്കും. അട്രിഷൻ ടെസ്റ്റ് എന്തിനാണ്? റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ കണ്ടുപിടിക്കാനാണ് നമ്മൾ അട്രിഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ആ അപ്പാരറ്റസിൻ്റെ പേരെന്താണ്? ഡീബേഴ്സ് അട്രിഷൻ ടെസ്റ്റ് മെഷീൻ എന്ന് പറയാം. ഓക്കെ, ഡീബേഴ്സ് അട്രിഷൻ ടെസ്റ്റ് മെഷീനാണ് നമ്മൾ അട്രിഷൻ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെയും നമുക്കറിയാം സ്റ്റോണിൻ്റെ ഇനിഷ്യൽ വെയ്റ്റും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ വെയിറ്റൊക്കെ എടുത്തിട്ട് കമ്പാരിഷൻസ് നടത്തിയിട്ടാണ് ഇവിടെ നമ്മൾ അട്രിഷൻ ടെസ്റ്റ് റിസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ളതായിരിക്കും. നമുക്കിവിടെ PSCയുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോഴത്തേക്കും അതെന്തിനാണ് അട്രിഷൻ ടെസ്റ്റ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ. ഓക്കെ, റേറ്റ് ഓഫ് വിയർ ആൻഡ് ടിയർ ആണ്. then ഉപയോഗിക്കുന്നത് ഏതാണ്? ഡേബിൾസ് അട്രിഷൻ ടെസ്റ്റ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ക്രഷിംഗ് ടെസ്റ്റ്. ക്രഷിംഗ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ക്രഷിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനാണ് ക്രഷിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ 40 mm സൈസുള്ള ഒരു ക്യൂബ് സ്പെസിമെൻ, നമ്മൾ പൊതുവേ ക്രഷിംഗ് ടെസ്റ്റ് എല്ലാത്തിലും ഒരു ക്യൂബ് സ്പെസിമെനാണ് എടുക്കുന്നത്. സിമെൻ്റ് ആയാലും കോൺക്രീറ്റ് ആയാലും സ്റ്റോൺ ആയാലും നമ്മളൊരു ക്യൂബ് സ്പെസിമെനാണ് എടുക്കുന്നത്. ഇവിടെ സ്റ്റോണിൻ്റെ ബേസിൽ ക്രഷിംഗ് ടെസ്റ്റിന് 40 mm സൈസുള്ള ക്യൂബ് സ്പെസിമെനാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 14 Nm/mm² ആണ്. ഓക്കെ, 14 Nm/mm² ആണ്. 14 mm സൈസുള്ള ക്യൂബ് സ്പെസിമെനാണ് നമ്മൾ ക്രഷിംഗ് ടെസ്റ്റിന് വേണ്ടി സ്റ്റോണിൽ എടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രഷിംഗ് ടെസ്റ്റിൽ ഈ ലോഡ് 14 N എന്ന് പറഞ്ഞു. ഇതിൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 13.7 ആണ് കേട്ടോ. 13.7 ആണ്. അതിനെ റൗണ്ട് ചെയ്താണ് 14 Nm/mm² എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ്. ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഡിറ്റർമിൻ ദ ഡ്യൂറബിലിറ്റി ഓഫ് സ്റ്റോൺ. ക്രിസ്റ്റലൈസേഷൻ സോ സി കഴിഞ്ഞ് ഡി അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. സി ഡി. ഇപ്പോൾ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് സ്റ്റോണിൻ്റെ ഡ്യൂറബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സോഡിയം സൾഫേറ്റ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സോഡിയം സൾഫേറ്റ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റിന് ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ വെതറിങ് ക്വാളിറ്റി എന്നും പറയാം. ഓക്കെ, വെതറിങ് ക്വാളിറ്റി എന്നും പറയും. ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ വെതറിങ് ക്വാളിറ്റീസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ എടുക്കുന്നത് ഏതാണ്? സോഡിയം സൾഫേറ്റ് സൊല്യൂഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഫ്രീസിങ് ആൻഡ് തോവിങ്. ഫ്രീസിങ് ആൻഡ് തോവിങ് എന്ന് പറഞ്ഞാൽ ഈ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ സ്റ്റോണിനെ ഫ്രീസ് ചെയ്യുകയും ചെയ്യുകയും ചെയ്യും. അത് നമ്മൾ സ്റ്റോണിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൾട്ടർനേറ്റീവായിട്ട് ഫ്രീസിങ്ങും തോവിങ്ങും ചെയ്യുന്നതിനാണ് ഫ്രീസിങ് ആൻഡ് തോവിങ് ചെയ്യുന്നത്. ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോണിനെ നമ്മൾ ഫ്രീസ് ചെയ്യും, തണുപ്പിക്കും. ദെൻ തോവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു തണുത്തിരിക്കുന്ന ഒരു സ്റ്റോണിനെ ആ ഒരു തണുപ്പെന്ന ആ ഒരു കണ്ടീഷൻ മാറ്റാൻ വേണ്ടി നമ്മളിപ്പം ഫ്രിഡ്ജിനകത്ത് നമ്മളൊരു സാധനം എടുത്ത് വെച്ചിട്ട് അതിന് തണുപ്പ് മാറാൻ വേണ്ടി നമ്മൾ പുറത്തെടുത്ത് വയ്ക്കൂലേ, തോവിങ് ചെയ്യും. അതായത് തണുപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ തണുപ്പ് മാറ്റും, വീണ്ടും തണുപ്പിക്കും, തണുപ്പ് മാറ്റും, അങ്ങനെ. ഓക്കെ, അതാണ് ഫ്രീസിങ് ആൻഡ് തോവിങ്. ആൾട്ടർനേറ്റീവായിട്ട് ഫ്രീസിങ്ങും തോവിങ്ങും ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രീസിങ് ആൻഡ് തോവിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് ഹാർഡ്നെസ് ടെസ്റ്റ്. ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോണിൻ്റെ ഹാർഡ്നെസ് ഡിറ്റർമിൻ ചെയ്യാനാണ് ഹാർഡ്നെസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോറീസ് അബ്രേഷൻ ടെസ്റ്റ്. ഈ അട്രീഷൻ ടെസ്റ്റിൻ്റെയും ഹാർഡ്നെസ് ടെസ്റ്റിൻ്റെയും അപ്പാരറ്റസ് തമ്മിൽ മാറിപ്പോവല്. അട്രീഷൻ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് എന്താണ്? ഡിവൽസ് അബ്രേഷൻ ടെസ്റ്റാണ്. ഡിവൽസ്. ഓക്കെ, ദെൻ ഹാർഡ്നെസ്സിനാണെങ്കിലോ ഡോറീസ് അബ്രേഷൻ. ഹാർഡ്നെസ്സിന് ഡോറീസ്.
ഹാർഡ്നെസ്സിന് ഡോറീസ്. ഓക്കെ, ഈ ഹാർഡ്നെസ് സ്റ്റോണിൻ്റെ ഹാർഡ്നെസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് എന്ന ടൈം വെച്ചിട്ടാണ്. ഓക്കെ, സ്റ്റോണിൻ്റെ ഹാർഡ്നെസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ടൈം വെച്ചിട്ടാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് ആണ്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് ഈക്വൽ ടു 20 മൈനസ് 20 മൈനസ് ലോസ് ഇൻ വെയിറ്റ് ഇൻ ഗ്രാം ആണ്. ലോസ് ഇൻ വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ 3 ആണ്. ഓക്കെ, ലോസ് ഇൻ വെയിറ്റ് ബൈ ഗ്രാം ലോസ് ഇൻ വെയിറ്റ് ഡിവൈഡ് ബൈ 3 ആണ്. 20 മൈനസ് 20 മൈനസ് ലോസ് ഇൻ വെയിറ്റ് ബൈ 3 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. അപ്പോൾ നിങ്ങൾക്ക് ഫോർമുല ഒന്നും ആവശ്യമില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് ടെസ്റ്റ് എങ്ങനെയാണ്? ഹാർഡ്നെസ് കണ്ടുപിടിക്കാനാണ്. യൂസിങ് അപ്പാരറ്റസ് ഡോറി സബ്രേഷൻ ടെസ്റ്റാണ്. എക്സ്പ്രസ് ചെയ്യുന്നത് ഏതാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് എന്ന ടൈം വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്തിനാണ്? നമ്മൾ ടഫ്നെസ് കണ്ടുപിടിക്കാനാണ്. സ്റ്റോണിൻ്റെ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്റ്റോണിൽ ഇപ്പോൾ ഒരു ഹാമർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാതിരിക്കണം, മീൻസ് പെട്ടെന്ന് പൊട്ടിപ്പോകരുത്. ആ ഒരു ഇതിനെയാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പാക്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ടഫ്നെസ് ഓഫ് സ്റ്റോൺ. ടഫ്നെസ് കണ്ടുപിടിക്കാനാണ് ഇമ്പാക്റ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് സ്മിത്ത് ടെസ്റ്റ്. ഓക്കെ, സ്മിത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് സോല്യുബിൾ മാറ്ററിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്മിത്ത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് സ്മിത്ത് ടെസ്റ്റ് ബാക്കി നമ്മൾ ഈ ആസിഡ് ടെസ്റ്റ് ആയാലും ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ആയാലും നമ്മൾ അതിലൊരു സൊല്യൂഷൻ പഠിച്ചു, അതായത് സോഡിയം സൾഫേറ്റും മറ്റേതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പഠിച്ചു. ഇനി സ്മിത്ത് ടെസ്റ്റുകളുടെ വരുമ്പോൾ നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടറിൽ ഈ സ്റ്റോണിനെ ക്രഷ് ചെയ്ത ഒരു പൊടിയെടുത്ത് അതിലിടും. സാമ്പിൾ എടുത്തിട്ടതിന് ശേഷം ഒരു 24 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനൊരു കളർ ചേഞ്ചസ്, അതായത് നമ്മൾ വാട്ടറിൻ്റെ സാധാരണ കളർ അറിയാമല്ലോ, അതിലൊന്ന് നമ്മൾ സാമ്പിളിട്ട സൊല്യൂഷനിൽ എന്തെങ്കിലും കളർ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രസൻസ് ഓഫ് സോലിബിൾ മാറ്റർ ഉണ്ടെന്ന് അർത്ഥം, അതായത് ക്ലേ പോലുള്ള കണ്ടൻറ്റൊക്കെ ഉണ്ടാവും. ഒന്നുകൂടെ പറയുന്നത് സ്മിത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് സോലിബിൾ മാറ്റർ കണ്ടുപിടിക്കാനാണ് സ്മിത്ത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടറിൽ സ്റ്റോണിനെ നമ്മൾ ക്രഷ് ചെയ്തിട്ടിട്ട് ഒരു 24 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് കളർ ചേഞ്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, വാട്ടറിൻ്റെ സാധാരണ കളറിൽ നിന്ന് എന്തെങ്കിലും കളർ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രസൻസ് ഓഫ് സോലിബിൾ മാറ്റർ ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, ദെൻ അടുത്തതാണ് മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് വേറെ ഒന്നുമില്ല. മൈക്രോസ്കോപ്പ് എന്തിനാണ്? നമ്മൾ സ്റ്റോണിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടറും അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് നടത്തുന്നത്. ഇത് മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടറും അതിൻ്റെ ഗ്രെയിൻസിൻ്റെ സൈസും അതൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് ഫയർ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ആ ഫയർ റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ആസിഡ് ടെസ്റ്റിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെയും ഫയർ റെസിസ്റ്റൻസ് ടെസ്റ്റിലും കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഫയറിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അതായത് പെട്ടെന്ന് കത്തിപ്പിടിക്കും. ഓക്കെ, അതാണ് ഫയർ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ദെൻ അടുത്തതാണ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിറ്റർമിൻ ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർബ്ഡ്, എത്രമാത്രം പെർസെൻറ്റേജ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. വാട്ടർ അബ്സോർപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ ആ സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, വാട്ടർ അബ്സോർപ്ഷൻ റേറ്റൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. സ്റ്റോൺ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ അടുത്തതാണ് ബ്രാഡ്സ് ടെസ്റ്റ്. ഈ ബ്രാഡ്സ് ടെസ്റ്റിൽ എന്താണ്? ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ്, ഡിറ്റർമിൻ ദ ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ബ്രാഡ്സ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഡിറ്റർമിൻ ദ ഫ്രോസ്റ്റ് റെസിസ്റ്റൻസ് ആണ് ബ്രാഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്.